നമസ്കാരം. ഉത്തർപ്രദേശിൽ സ്വന്തം ഭർത്താവിനെ മകളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു യുവതി. യുപിയിൽ തന്നെ മകനെ രക്ഷിക്കാനെത്തിയ ഒരമ്മ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ലുധിയാനയിലെ ഒരു പ്രോപ്പർട്ടി ഡീലറായ യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ വാർത്തകളെപ്പറ്റി വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താനായി മകളുടെയും കാമുകന്റെയും സഹായം തേടിയ ഒരമ്മ. ആ കൊലപാതകം മൂടിവെക്കാൻ അവർ പുറത്തിറക്കിയ കള്ളക്കഥകളും നാടകങ്ങളും ഒക്കെ അവസാനം പോലീസ് കൈയോടെ പിടികൂടി. പാലിൽ ഉറക്കഗുളിക കലക്കി നൽകി കല്ലുകൊണ്ട് തലയടിച്ചു പൊട്ടിച്ച് അവർ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയത് മകൾക്കു വേണ്ടി തന്നെയായിരുന്നു. ഉത്തർപ്രദേശിലെ മധുര എന്ന സ്ഥലത്താണ് അധികം കേട്ടുകേൾവിയില്ലാത്ത എല്ലാവരെയും ഞെട്ടിച്ച സംഭവം നടന്നിരിക്കുന്നത്. തന്റെ സ്വന്തം മകളുടെയും അവളുടെ കാമുകന്റെയും സഹായത്തോടെ നൈന എന്ന യുവതി സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി വനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുകയായിരുന്നു. കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. മകളും കാമുകനുമായുള്ള ബന്ധം പിതാവായ മനോജ് സോണി എന്ന 42-കാരൻ അംഗീകരിക്കാതെ വന്നതോടെയാണ് 3 പേരും ചേർന്ന് ഈ ക്രൂരകൃത്യം ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോഴായിരുന്നു മനോജ് തന്റെ മകളെ ഒരു യുവാവിനൊപ്പം കാണുന്നതും ഇതേപ്പറ്റി മകളോട് സംസാരിക്കുന്നതും. യുവാവിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ച മനോജ് അവർ തമ്മിലുള്ള ബന്ധത്തെ ശക്തമായി എതിർക്കുകയായിരുന്നു. പിന്നീട് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാര്യയായ നൈനയുമായി ഇയാൾ തർക്കത്തിലാവുകയും ചെയ്തു. വീട്ടിലെല്ലാവരുമായി തർക്കവും പിണക്കവും ഒക്കെ ആയതോടെ മനോജ് വീട് വിട്ടു പോവുകയായിരുന്നു. മനോജ് എതിർത്തതോടെയാണ് ഇയാളെ കൊന്നുകളയാമെന്ന ഗൂഢാലോചനയിലേക്ക് 3 പേരും എത്തുന്നത്. പിന്നീട് ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഉറക്കഗുളിക നൽകിയ ചേർത്ത പാൽ നൽകി മനോജിനെ ബോധരഹിതനാക്കുകയായിരുന്നു ഇവർ ആദ്യം ചെയ്തത്. ബോധം പൂർണ്ണമായി നഷ്ടമായി എന്ന് മനസ്സിലാക്കിയതോടെ ഭാര്യയായ നൈന കല്ലുപയോഗിച്ച് മനോജിന്റെ തലയടിച്ച് തകർക്കുകയായിരുന്നു. പിന്നീട് മൃതദേഹം വനത്തിൽ കൊണ്ടുപോയി ആരുമറിയാതെ കത്തിച്ചു കളയാൻ ഇവർക്ക് കൂട്ടുനിന്നതാകട്ടെ സ്വന്തം മകളായ ഭക്തിയും അവളുടെ കാമുകനായ വിമൽ ചൌധരി. ദിവസങ്ങളോളമായി മനോജിനെ കാണാതെ വന്നതോടെയാണ് സഹോദരനായ രാംബാബു പരാതിയുമായി രംഗത്തെത്തുന്നത്. അപ്പോഴായിരുന്നു അയാൾ അറിയുന്നത് തുടക്കത്തിൽ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി ഭാര്യ നൈന തന്നെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നുവെന്നതും പിന്നീട് അതൊരു കാരണവുമില്ലാതെ പിൻവലിക്കുകയും ചെയ്തിരുന്നുവെന്ന വിവരം. 3 ആഴ്ചയായിട്ടും സഹോദരനെ കാണാതെ വന്നതോടെയാണ് രാംബാബു പരാതിയുമായി പോലീസിന് മുന്നിലെത്തുന്നത്. അന്വേഷണം ആരംഭിച്ച പോലീസ് നൈനയിലേക്കും മകളിലേക്കും എത്തിയത് ഇങ്ങനെയായിരുന്നു. കൊലപാതക ശേഷം നൈന മകളെയും കൂട്ടി ഹത്രസിലുള്ള മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി. മനോജിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ വിവരങ്ങൾ ശേഖരിക്കാനായി പോലീസ് നൈനയുടെ ഹത്രസിലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ നൈനയുടെ പിതാവിനെ ചോദ്യം ചെയ്തതോടെയാണ് പോലീസിന് നൈനയിൽ സംശയമുണ്ടായി തുടങ്ങിയത്. ഭർത്താവിനെ കാണാതായതിന്റെ വിഷമമോ സമ്മർദ്ദമോ ഒന്നും തന്നെ നൈനയ്ക്കോ കൊച്ചുമകൾക്കോ ഇല്ലെന്ന പിതാവിന്റെ മൊഴിയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. പിന്നീട് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തതോടെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. മനോജിനെ കൊലപ്പെടുത്തി 3 പേരും ചേർന്ന് അയാളെ യമുന നദിയുടെ തീരത്തുള്ള ഒരു വനപ്രദേശത്ത് കൊണ്ടുപോയി കത്തിക്കുകയാണുണ്ടായത്. जिसमें उनकी पत्नी, उनकी बेटी तथा एक संदिग्ध विमल चौधरी से पूछताछ की गई तो उस पूछताछ में पता चला कि जो विमल था उसके संबंध इनकी 16 वर्षीय पुत्री के साथ थे और माँ ने, बेटी ने और तथा उनके जो ये बॉयफ्रेंड थे विमल, इन्होंने तीनों ने मिलकर 19/4/26 को इनकी हत्या कर दी थी. ഈ മൃതദേഹം കത്തിച്ച ശേഷം മറ്റ് അവശിഷ്ടങ്ങൾ പ്രതികൾ ചേർന്ന് കുഴിച്ചിടുകയാണുണ്ടായിട്ടുള്ളത്. അവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രതികളെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസത്തോളമായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അവിടെ രാത്രിയാണ് മൃതദേഹം കൊണ്ടുപോയി കത്തിച്ചത് എന്നതുകൊണ്ട് തന്നെ കൃത്യമായി സ്ഥലം തിരിച്ചറിയാൻ പ്രതികൾക്കും സാധിച്ചിട്ടില്ല. അതാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് താമസിക്കാൻ കാരണവും. വീട്ടിൽ നിന്ന് യമുനയുടെ തീരം വരെ ഏകദേശം 6 കിലോമീറ്റർ വിസ്തൃതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ
പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നദീജലം കയറിയതും മഴ പെയ്തതുകൊണ്ട് തന്നെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മഴയിൽ ഒലിച്ചു പോകാനുള്ള സാധ്യതയുള്ളതുമൊക്കെ തെരച്ചിലിന് ഇപ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ കൊലപാതകം സ്ഥിരീകരിക്കാനോ പ്രതികൾക്കെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കാനോ പോലീസിനും സാധിക്കൂ. മകനും ഗ്രാമവാസികളും തമ്മിലുണ്ടായ തർക്കം കാരണം ഒടുക്കം ഇല്ലാതായത് ഒരമ്മയുടെ ജീവനാണ്. മകനെ വീട്ടിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ച ആളുകളെ പിടിച്ചുമാറ്റാൻ പോയതായിരുന്നു 70-കാരിയായ അമ്മ. ഒടുക്കം ആഴത്തിലേറ്റ പരിക്ക് അവരുടെ ജീവനെടുക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ ബദൌണിൽ 70-കാരിയായ ജയദേവി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു ബദൌണിലെ കാശിനാഗ്ല ഗ്രാമത്തിൽ വെച്ച് ജയദേവിയുടെ മകൻ ധൻപാൽ ഗ്രാമവാസികളായ ചില യുവാക്കളുമായി തർക്കത്തിലാകുന്നത്. ആ തർക്കമൊടുക്കം പകയായി മാറിയപ്പോൾ തലേദിവസം രാവിലെ ഇതേ യുവാക്കൾ ധൻപാലിനെ ആക്രമിക്കാനായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഗ്രാമവാസികളായ പ്രേം സിംഗ്, നവാബ് സിംഗ്, ഹരിചന്ദ്ര, അനിൽ, പ്രദീപ്, ഗംഗാചരൺ എന്നിവരാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ധൻപാലിനെ ആക്രമിക്കുന്നത്. മകനെ ആക്രമിക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു അമ്മയായ ജയദേവി. ഇതിനിടെയാണ് അക്രമി സംഘത്തിൽപ്പെട്ട ഒരാൾ വടികൊണ്ട് ജയദേവിയുടെ തലയിൽ അതിശക്തമായി അടിക്കുന്നത്. ശക്തമായ അടിയായതുകൊണ്ട് തന്നെ സംഭവസ്ഥലത്ത് തന്നെ ജയദേവി ബോധരഹിതയായി വീഴുകയായിരുന്നു. പിന്നീട് അല്പസമയത്തിനകം തന്നെ അവർ മരിക്കുകയും ചെയ്തു. ജയദേവി ബോധരഹിതയായി വീണതിന് പിന്നാലെ തന്നെ ഈ പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയച്ചു. ആന്തരിക പരിക്കുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തെ തുടർന്ന് ഗ്രാമത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. हमारे गांव के प्रेम सिंह और नवाब सिंह ये लोग सब घर वाले आए थे और मेरी पहले की कुछ लड़ाई हो गई थी, उसके लेकर मेरी माँ पे दौड़ पड़े थे, खाना खा रही थी तो लाठी डंडों से और लात घूंसा मारे तो वहीं पे उनकी डेथ हो गई मौके पर ही. कब की बात है? आज सुबह 7 बजे लगभग. രക്ഷപ്പെട്ട പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രതികൾ പോകാനിടയുള്ള സ്ഥലങ്ങൾ അടക്കം പോലീസ് ഇപ്പോൾ അരിച്ചു പെറുക്കുന്നുണ്ട്. ഇവർ രക്ഷപ്പെടാനിടയുള്ള സ്ഥലങ്ങളും ആളുകളും ബന്ധുക്കളും വീട്ടുകാരും അടക്കം ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടാകാനുള്ള കാരണമടക്കം കൊല്ലപ്പെട്ട യുവതിയുടെ മകൻ ധൻപാൽ പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ധേമാജി ജില്ലയിലെ അന്തർ സംസ്ഥാന അതിർത്തിയിൽ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള അക്രമികൾ തിങ്കളാഴ്ച നടത്തിയ വെടിവെപ്പിൽ അസമിൽ നിന്നുള്ള 12 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലടക്കം വലിയ ചർച്ചയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഗിരഗാമുഖ് പോലീസ് സ്റ്റേഷനിലെ ഗോഗാമുഖ് റവന്യൂ സർക്കിളിലെ അസം അരുണാചൽ പ്രദേശത്തെ അതിർത്തിയിലെ മിങ്മാം ബസ്തിയിൽ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അസമിലെ ഭൂമിക്ക് വേണ്ടി അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആളുകൾ കയ്യേറ്റം നടത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടാകുന്നത്. പ്രാഥമിക വിവരമനുസരിച്ച് അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ആക്രമികൾ അസം നിവാസികളെ ലക്ഷ്യം വെച്ച് വെടിയുതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. আমি কৈছিলোঁ যে আপোনালোকে অসমৰ মাটি কিয় কাঢ়িছে, ইহঁত এনেকৈ কওঁতে ইহঁতে মিলাম, আপোনালোকে চিন্তা নকৰিব, গুচি আমাৰ ইয়াতে মিলাম বুলি কোৱাৰ কাৰণে আমি গৈছিলোঁ. ইহঁতে তালৈ পোৱাৰ লগে লগে আমাক গুলিয়ালে. സംഭവത്തിൽ പരിക്കേറ്റയാളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സംഭവത്തിൽ നിരവധി പേർക്കാണ് ഇതുപോലെ തന്നെ പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റവരെ ഗോഗാമുഖ് ഗ്രാമീണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ഇവരിൽ 7 പേരുടെ നില ഗുരുതരമാണെന്ന് കണ്ടതിനെ തുടർന്ന് പിന്നീട് ധേമാജി സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു.
ഇവരിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി അസം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി അരുണാചൽ പ്രദേശ് സർക്കാരുമായി ചർച്ച നടത്താൻ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഡിജിപിയും ചീഫ് സെക്രട്ടറിയും ഇതിനകം തന്നെ അവരുമായി മന്ത്രിമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും വ്യക്തമാക്കിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് 16,144.01 ഹെക്ടർ ഭൂമി കയ്യേറിയതായി അസം സർക്കാർ ജൂലൈ 29 സംസ്ഥാന നിയമസഭയെ അറിയിച്ചിരുന്നു. ഇതിൽ 858.91 ചതുരശ്ര കിലോമീറ്റർ ഭൂമി തങ്ങളുടേതാണെന്നാണ് അരുണാചൽ പ്രദേശ് അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കമുയർന്നു വന്നിരിക്കുന്നത്. খবৰ লৈ মানে সি মাতো মিলাব কৈছিলোঁ, এই মিলাব যাওঁতে মানে ঘটনাটো হৈছে। বাৰম্বাৰ ইহঁতক মিলাবলৈ কয়, কিন্তু ইহঁতে অজুহাত দেখুৱাই মানে সদায় নিমিলোৱাকৈ মানে এনেও কিবা পাৰ কৰি দিয়ে মহিলা. ഈ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി ഇരു സംസ്ഥാനങ്ങളും 12 പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും പാനലുകളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അരുണാചൽ പ്രദേശിൽ 23 ഗ്രാമങ്ങളിൽ 71 ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇതിനോടകം തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന 52 ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.